Greetings in the name of our Lord and Savior Jesus Christ. നമ്മുടെ കർത്താവ് രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ അതിലെ നാമത്തിൽ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. Last week we had a spiritual feast. നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ഒരു ആത്മീയമായ വിരുന്ന് തന്നെ ഉണ്ടായിരുന്നു. Pastor John came with a word about the remnant. ശേഷിപ്പിനെ കുറിച്ചുള്ള ഒരു ദൂതുമായിട്ടാണ് പാസ്റ്റർ ജോൺ ഇവിടെ കടന്നു വന്നത്. He said that Jesus is coming back for the remnant. അദ്ദേഹം പറഞ്ഞു ശേഷിപ്പിന് വേണ്ടി യേശു തിരിച്ചു വരുന്നു എന്നുള്ളത്. One of his key verses was Romans 11:5. താൻ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൈവവാക്യം എന്ന് പറയുന്ന റോമർക്ക് എഴുതിയ ലേഖനം 11:5 വാക്യമായിരുന്നു. In the same way then there has also come to be at the present time a remnant according to God's gracious choice. അങ്ങനെ ഈ കാലത്തിലും കൃപയാലുള്ള തിരഞ്ഞെടുപ്പിൻ പ്രകാരം ഒരു ശേഷിപ്പുണ്ട്. Sherith is the word for remnant. ഈ ഷെരിത്ത് എന്ന് പറയുന്ന ഒരു വാക്കാകുന്നു ഈ ശേഷിപ്പിനെ കാണിക്കുന്ന ഒരു പദം. It is that remaining part that will be of the church that will be preserved for his return. ഈ സഭയുടെ ശേഷമായിട്ടുള്ള ഒരു ഭാഗം കർത്താവിൻ്റെ തിരിച്ചുവരവിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ജനം. How many of us want to be part of that remnant? നമ്മളിൽ എത്ര പേർക്ക് അങ്ങനെ ഒരു ശേഷിപ്പിന്റെ ഭാഗമാകുവാൻ താല്പര്യമുണ്ട്? Yeah. How many of us really? Just a few hands have risen, all of us need to be part of that remnant. നമ്മൾ എല്ലാവരും ആ ശേഷിപ്പിന്റെ ഭാഗമാകേണ്ടതുണ്ട്. During the time of Elijah, he thought he is the only one. ഏലിയാവിന്റെ കാലത്ത് ഏലിയ വിചാരിച്ചത് ആ ശേഷിപ്പുകളിൽ താൻ മാത്രമേ ഉള്ളൂ എന്നുള്ളത്. Only prophet of God. താൻ മാത്രമേ ദൈവത്തിന്റെ പ്രവാചകനായി ശേഷിച്ചിരിക്കുന്നു എന്നുള്ളത്. But God says there are 7,000 others. പക്ഷെ ദൈവം പറയുന്നു ഏലിയാവിനെ കൂടാതെ 7,000 അധികം പ്രവാചകന്മാരുണ്ട് എന്നുള്ളത്. WICC is not the only one. There is all over the world there is the remnant. We have to start thinking about the body of Christ as a whole. നമ്മൾ WICCയിൽ മാത്രമല്ല ശേഷിപ്പുള്ളത്, ലോകത്തെമ്പാടുമുള്ള ദൈവസഭയുടെ ശരീരമാകുന്ന ദൈവസഭയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. അവിടെ എല്ലാം ശേഷിപ്പുണ്ട്. And then he talked about some of the marks of the remnant. അത് കഴിഞ്ഞ് അദ്ദേഹം പറഞ്ഞത് ചില ശേഷിപ്പിനെ കുറിച്ചുള്ള ചില അടയാളങ്ങളാകുന്നു. The remnant will refuse to compromise with the world. ഈ ശേഷിപ്പ് എന്ന് പറയുന്നത് ഈ ലോകത്തിന്റെ പ്രകാരം ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാത്ത ഒരു കൂട്ടമാകുന്നു. They will keep God's commandments. അവർ ദൈവത്തിന്റെ ന്യായപ്രമാണം കാത്തു സൂക്ഷിക്കുന്നു. They will walk in holiness and in the fear of the Lord. അവർ ദൈവത്തിന്റെ വിശുദ്ധിയിലും ദൈവഭയത്തോടും കൂടെ നടക്കുന്നവരാകുന്നു. Today I would like to focus on one mark of the remnant. ഇന്ന് ഞാൻ ആ അടയാളങ്ങളിൽ ഒരു അടയാളത്തിൽ മാത്രം ശ്രദ്ധയൂന്നുവാൻ താല്പര്യപ്പെടുന്നു. The remnant will pray. അത് ശേഷിപ്പ് പ്രാർത്ഥനയിൽ ഉറ്റുകൊണ്ടിരിക്കും എന്നുള്ളതാകുന്നു. The remnant will pray. ശേഷിപ്പ് പ്രാർത്ഥനയിൽ ഉറ്റുനോക്കിയിരിക്കും. Let's pray. നമുക്ക് പ്രാർത്ഥിക്കാം. Hallelujah. Lord Jesus, I just thank you for this time. കർത്താവേ, ഞാൻ ഈ സമയത്തിനായിട്ട് അങ്ങേക്ക് നന്ദി പറയുന്നു. And even as you put this word on my heart, I believe that you are going to raise up some praying people here. കർത്താവെ, ഈ ഒരു ദൂത് എൻ്റെ ഹൃദയത്തിൽ നീ ഇടുമ്പോഴും എനിക്ക് മനസ്സിലാകുന്നു ഇവിടെ ഒരു പ്രാർത്ഥിക്കുന്ന ഒരു ജനത്തെ നീ ഉയർത്തിപ്പിക്കാൻ പോകുകയാകുന്നു. I know at this point many of them are at different levels of prayer. എനിക്കറിയാം ഈ സമയത്ത് പല കൂട്ടങ്ങളും പല രീതിയിൽ പല തലങ്ങളിലാണ് അവരുടെ പ്രാർത്ഥനയുടെ അനുഭവം. But I sense today there's going to be a mantle of prayer on all of us. പക്ഷേ ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നമ്മുടെ എല്ലാവരുടെ മേലും പ്രാർത്ഥനയുടെ ഒരു മേലങ്കി ഇന്ന് വീഴുവാൻ പോവുകയാണ്. Even the young ones, a mantle of prayer fall on them. കുഞ്ഞുങ്ങളുടെ മേലും പ്രാർത്ഥനയുടെ ഒരു പുതപ്പ് ഇന്നിവിടെ വീഴാൻ പോവുകയാണ്. Lord, speak to each one of us. കർത്താവേ, ഞങ്ങൾ ഓരോരുത്തരോടും നീ സംസാരിച്ചാട്ടെ. More than anything, this is a season where we need to pray. വേറെ എന്തിനേക്കാളും ഈ ഒരു കാലം എന്ന് പറയുന്നത് ഞങ്ങൾ പ്രാർത്ഥിക്കേണ്ട ഒരു കാലമാകുന്നു. Speak through me today. കർത്താവേ, ദാസിയോടിലൂടെ സംസാരിച്ചാട്ടെ. In Jesus' name. യേശുവിന്റെ നാമത്തിൽ. Amen. Amen. Okay, so the remnant will pray. And so I want each of us to decide we are going to be a group of people who pray. അപ്പോൾ ശേഷിപ്പ് എന്നുള്ളത് പ്രാർത്ഥിക്കുന്നവരാകുന്നു. ഞാൻ ഇന്ന് താല്പര്യപ്പെടുന്നു നമ്മൾ ഓരോരുത്തരും അങ്ങനെ പ്രാർത്ഥിക്കുന്നവരായിരിക്കണം എന്നുള്ളത്. Psalm 34:15 says, "The eyes of the Lord are toward the righteous, and his ears are toward their cry for help." സങ്കീർത്തനം 34:15 ഇങ്ങനെ വായിക്കുന്നു, യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവന്റെ ചെവി അവരുടെ നിലവിളിക്കും തുറന്നിരിക്കുന്നു. Proverbs 15:29 says, "The Lord is far from the wicked, but he hears the prayers of the righteous." സദൃശവാക്യം 15:29, യഹോവ ദുഷ്ടന്മാരോട് അകന്നിരിക്കുന്നു, നീതിമാന്മാരുടെ പ്രാർത്ഥനയോ അവൻ കേൾക്കുന്നു. You know the world of this universe, he's not too busy for us.
the world of the God of the universe is not too busy for us. ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് നമ്മളെക്കാളും അധികം വലിയ നമ്മളെ ഓർക്കാതിരിക്കുവാൻ തക്കവണ്ണം ബിസി ആയിട്ടുള്ള ഒരാളല്ല. I remember as my children were younger, my daughter would come and say this and that, and I'd probably be busy with a lot of things. I didn't have time for her sometimes. ഞാൻ ഓർക്കുന്നു, എൻ്റെ മകൾ കുഞ്ഞായിരിക്കുമ്പോൾ അവൾ പല കാര്യങ്ങൾക്കും എന്നോടത്ത് വരുമ്പോൾ ചില കാര്യങ്ങൾക്കൊക്കെ ഞാൻ അധികമായി ബിസി ആയിരിക്കുന്ന സമയമായിരിക്കാം. And it was things for the children, but I think at those times I should have listened to her. പക്ഷേ കുഞ്ഞുങ്ങൾക്കത് വലിയ കാര്യമാണ്. ഞാൻ ഇന്ന് ഓർക്കുന്നു, ആ സമയങ്ങളിലൊക്കെ ഞാൻ അവളെ അധികമായി കേൾക്കേണ്ടിയിരുന്നു. But just imagine, we have a God who is always looking for the people who pray. പക്ഷേ നമ്മുടെ ദൈവം എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്നു, ചെവി കോർത്തിരിക്കുന്നു ആരൊക്കെ പ്രാർത്ഥിക്കുന്നു എന്നുള്ളത്. So wouldn't you like to have that attention from God? ഇന്ന് നമ്മൾക്ക് അങ്ങനെ ഒരു ശ്രദ്ധ കർത്താവിൽ നിന്ന് വേണ്ടേ? Smith Wigglesworth said, there is something about believing God that will cause him to pass over 1 million people to get to you. സ്മിത്ത് വിഗിൾസ്വർത്ത് എന്ന ദേവദാസൻ ഇങ്ങനെ പറയുന്നു, നമുക്ക് ദൈവത്തോടുള്ള വിശ്വാസം മൂലം എന്തോ ഒന്നുണ്ട്, ദശലക്ഷം പേരെ മറികടന്ന് നമ്മുടെ അടുത്തേക്ക് മാത്രം അവൻ എത്തുന്നുണ്ട് എങ്കിൽ. Amen. Amen. So if you feel that you don't have much value, you are significant if you are praying to God. നമ്മൾക്ക് അധികം വിലയുള്ള മനുഷ്യരല്ല എന്ന് നമ്മൾ കരുതുന്നുവെങ്കിൽ, നമ്മൾ പ്രാർത്ഥിക്കുന്ന മനുഷ്യരാണെങ്കിൽ ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മളെ അധികം മുഖ്യമായിട്ടുള്ള ആൾക്കാരാകുന്നു. Jesus had a lifestyle of prayer. യേശുവിന് ഒരു പ്രാർത്ഥിക്കുന്ന ജീവിതശൈലി ഉണ്ടായിരുന്നു. He would often go away to the mountain and pray. താൻ പലപ്പോഴും മലമുകളിൽ പോകുമായിരുന്നു പ്രാർത്ഥിക്കുവാനായിട്ട്. He spent the whole night praying before he chose the disciples. തന്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് ഒരു രാത്രി മുഴുവൻ താൻ ഇരുന്ന് പ്രാർത്ഥിച്ചു. Even after performing many miracles, he would go and pray. പല അത്ഭുതങ്ങളും താൻ ചെയ്യുന്നതിന് മുമ്പും താൻ പോയി പ്രാർത്ഥിക്കുമായിരുന്നു. Luke 5:16 says, but Jesus himself would often slip away to the wilderness and pray. ലൂക്കോസിന്റെ സുവിശേഷം 5:16 ഇങ്ങനെ വായിക്കുന്നു, അവനോ നിർജ്ജന ദേശത്ത് വാങ്ങിപ്പോയി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. Talking about Jesus' life, Hebrews 5:7 says, in the days of his humanity, he offered up both prayers and pleas with loud crying and tears to the one able to save him from death, and he was heard because of his devout behavior. യേശുവിനെ കുറിച്ച് എബ്രായർക്ക് എഴുതിയ ലേഖകൻ ഇങ്ങനെ പറയുന്നു 5:7, ക്രിസ്തു തൻ്റെ ഐഹിക ജീവകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷയും അഭയയാചനയും കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. The disciples didn't ask Jesus to teach them to do miracles. All they asked him is, teach us to pray. ശിഷ്യന്മാർ ഒരിക്കലും അത്ഭുതങ്ങൾ ചെയ്യുവാൻ പഠിപ്പിക്കുവാനായി യേശുവിനോട് അപേക്ഷിച്ചില്ല. അവർ ചോദിച്ചത് ഞങ്ങളെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കണേ എന്നാകുന്നു. Because they knew that if they learned to pray, they would see the miracles. കാരണം അവർക്കറിയായിരുന്നു പ്രാർത്ഥിക്കുവാൻ അവർ പഠിച്ചിട്ടുണ്ടെങ്കിൽ അവർ അത്ഭുതം കാണുക തന്നെ ചെയ്യുമെന്നാണ്. So they understood the secret. അവർക്ക് രഹസ്യം അറിയുമായിരുന്നു. So afterwards, the disciples, they came together to pray. Even after Jesus' death and resurrection, they waited together in the upper room. കർത്താവിൻ്റെ മരണവും ഉയർപ്പിന് ശേഷവും അവരെല്ലാം മുകളിൻ്റെ മേൽ ഈ ശിഷ്യന്മാർ ഒത്തുകൂടി പ്രാർത്ഥിക്കുമായിരുന്നു. Acts 1:14 says, all these were continually devoting themselves with one mind to prayer, along with the women and Mary, the mother of Jesus, and with his brothers. അപ്പോസ്തല പ്രവർത്തികൾ 1:14 ഇങ്ങനെ വായിക്കുന്നു, സ്ത്രീകളോടും യേശുവിൻ്റെ അമ്മയായ മറിയയോടും അവന്റെ സഹോദരന്മാരോടും കൂടെ ഒരുമനപ്പെട്ട് പ്രാർത്ഥന കഴിച്ചു പോന്നു. That word continually is a Greek word, proskarterio, which means to continue to do something with effort. നിരന്തരം എന്ന് പറയുന്ന ഒരു വാക്ക് ഗ്രീക്ക് പദമായ പ്രൊസ്കാറ്റിയോ എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ് വരുന്നത്. നിരന്തരമായ ഒരു പരിശ്രമത്തിലൂടെ ഒരു കാര്യം ചെയ്യുക എന്ന അർത്ഥത്തിലാകുന്നു അത്. I think one of the difficult things for us is to sit and pray for a long time. Isn't it? നമ്മൾ ഓരോരുത്തർക്കും ബുദ്ധിമുട്ടുള്ളൊരു കാര്യം ഒരു കുറേ അധികം നേരം പരിശ്രമത്തോടിരുന്ന് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. There are too many distractions. അതൊരു ബുദ്ധിമുട്ടാവുന്നു. പല കാര്യങ്ങളിലേക്കും നമ്മുടെ ശ്രദ്ധ പോകും. But they took it on them to continually, they took that decision, we will pray. പക്ഷേ ശിഷ്യന്മാർ ആ ഒരു തീരുമാനമെടുത്തു, നിരന്തരമായി ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും എന്നുള്ളത്. The Lord is expecting us also in these times when He is coming back again to be a church that prays. കർത്താവും അങ്ങനെ തന്നെ ആകുന്നു നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന, നമ്മൾ അവന്റെ വരവിനായി ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ സഭയായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം എന്നുള്ളത്. So the early church were devoted in 4 main things. We see in Acts 2 verse 42, it says, they were continually devoting themselves to the apostles' teaching and to fellowship, to the breaking of bread and to prayer.
അപ്പോൾ ആദിമസഭ ഇങ്ങനെ 4 കാര്യത്തിൽ അവർ വളരെയധികം ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. അപ്പോസ്തല പ്രവർത്തികൾ 2:42 പറയുന്നു, അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. They knew that the focus should be reading the word and being in prayer. അവർക്കറിയാമായിരുന്നു അവരുടെ ശ്രദ്ധ വചനം വായിക്കുന്നതിലും പ്രാർത്ഥനയിലും ആയിരിക്കണം എന്നുള്ളത്. James talks about a man of prayer, Elijah. യാക്കോബ് ഒരു പ്രാർത്ഥിക്കുന്ന മനുഷ്യനെ കുറിച്ച് പറയുന്നു, അത് ഏലിയാവിനെ കുറിച്ചായിരുന്നു. In James 5:16 towards the end it says, the effective fervent prayer of a righteous man avails much. യാക്കോബിന്റെ ലേഖനം 5:16 ഇങ്ങനെ വായിക്കുന്നു, നീതിമാന്റെ ശ്രദ്ധയോട് കൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. What type of prayer? The effective fervent prayer. ശ്രദ്ധയോടുകൂടിയുള്ള പ്രാർത്ഥന. So the word effective, it means power that is not static. ഇഫക്റ്റീവ് എന്ന അത് ഫലപ്രദമായ എന്നുള്ള ഒരു വാക്ക് എന്ന് പറയുന്നത് Power that is not static. ഒരിക്കലും നിന്നു പോകാത്ത ഒരു ഊർജം. So basically it is energy that moves from an intended place to a destination. അതൊരു ഊർജമാകുന്നു, നമ്മളെ ഒരു ഉദ്ദേശത്തിൽ നിന്ന് ഒരു കാര്യസാധ്യത്തിലേക്ക് നമ്മളെ നയിക്കുന്ന ഒരു ഊർജം. Like an electric current that goes through a wire and lights the bulb. ഒരു ഇലക്ട്രിക് കറന്റ് എങ്ങനെ ഒരു വയറിലൂടെ പോയി ഒരു ബൾബിനെ കത്തിക്കുന്നത് പോലെ ഒരു ഊർജം. So that means that not all prayer is effective. എന്ന് പറഞ്ഞാൽ എല്ലാ പ്രാർത്ഥനയും ഫലപ്രദമായിട്ടുള്ളതല്ല. There is ineffective prayer also. ഫലം ഇല്ലാത്ത പ്രാർത്ഥനയും ഉണ്ട്. So the Lord is saying, James is saying, we need to have the effective prayer to see God's move. അപ്പോൾ യാക്കോബ് ഇങ്ങനെ പറയുന്നത്, നമ്മൾ ഫലമുള്ള പ്രാർത്ഥന പ്രാർത്ഥിക്കണം, എങ്കിൽ മാത്രമേ ദൈവം ചലിക്കുന്ന നമ്മൾക്ക് കാണുവാൻ സാധിക്കുകയുള്ളൂ. So I was just thinking, how do we pray effective prayers? അപ്പോൾ ഞാൻ ചിന്തിക്കുകയായിരുന്നു, എങ്ങനെയാണ് നമ്മൾ ഫലപ്രദമായ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നത്. So today I'm going to just touch a few areas of how to be effective in our prayers. അപ്പോൾ ഞാൻ ഇന്ന് ചില കാര്യങ്ങളിലേക്ക് ഒന്ന് ശ്രദ്ധ ക്ഷണിക്കുകയാണ്, എങ്ങനെ നമ്മൾ ഫലപ്രദമായി പ്രാർത്ഥിക്കാം എന്നുള്ളത്. The first thing is, our prayers need to be released from the spirit realm and not from the flesh realm. ഒന്നാമതായി നമ്മുടെ പ്രാർത്ഥന വരേണ്ടത് നമ്മുടെ ജഡത്തിൽ നിന്നല്ല, നമ്മുടെ ആത്മാവിൽ നിന്നുള്ളതാകുന്നു. So when I started praying many years back, I know that a lot of my prayers were, bless me, help me, keep me. ഞാൻ ആദ്യം പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ എനിക്കറിയാം, ഞാൻ പലപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് എന്നെ അനുഗ്രഹിക്കണമേ, എനിക്ക് തരണമേ, എന്നെ സൂക്ഷിക്കണമേ എന്നുള്ളതൊക്കെയാണ്. That was all I could pray about for quite some time. ആ കാലങ്ങളിലൊക്കെ അങ്ങനെ മാത്രമേ എനിക്ക് പ്രാർത്ഥിക്കുവാൻ സാധിക്കുകയുള്ളായിരുന്നു. But after some time I started falling in love with God more and more, and I understood that I would prefer to pray what is on his heart. അത് കഴിഞ്ഞ് ഞാൻ കർത്താവിനെ കൂടുതൽ കൂടുതൽ സ്നേഹിച്ചപ്പോൾ ഞാൻ കർത്താവിൻ്റെ ഹൃദയത്തിൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ പഠിച്ചു. So there's a journey for each one of us. നമ്മൾക്ക് എല്ലാവർക്കും അങ്ങനെ ഒരു യാത്രയുണ്ട്. But the effective prayer is the prayer that is prayed from the spirit realm. അപ്പോൾ ഫലപ്രദമായ പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മുടെ ആത്മാവിൽ നിന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാകുന്നു. Benny Hinn teaches about how he compares the tabernacle to the way we come to the presence of God. ബെന്നിഹിൻ എങ്ങനെയാ ഒരു പ്രാർത്ഥനയെക്കുറിച്ച് ഉള്ള കാര്യം പറയുന്നത്, നമ്മൾ ദൈവസന്നിധിയിലേക്ക് വരുന്നതും സമാപകമന കൂടാരത്തെ ഉദാഹരണമാക്കി പറയുന്നുണ്ട്. So this is a schematic diagram of the tabernacle. ഇത് സമാഗമന കൂടാരത്തിന്റെ ഒരു പിക്ചർ ആണ്. If you see that arrow, there is that's the gate into the tabernacle, which enters into the outer courtyard. നമ്മൾക്ക് കാണാം ആ ഒരു ആരോ ഉള്ളത് ഒരു ഗേറ്റ് ആകുന്നു, ഒരു വാതിൽ, ആ പുറത്തെ ആ പ്രാകാരത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള ഒരു വാതിലാകുന്നു അത്. So the gate is Jesus. We can enter only through the gate. ആ വാതിൽ എന്ന് പറയുന്നത് യേശുവാകുന്നു. ആ വാതിലാകുന്ന യേശുവിലൂടെ മാത്രമേ നമുക്ക് അകത്തെ പ്രാകാരങ്ങളിലൂടെ. I know all of us have entered through that gate. നമ്മൾ എല്ലാവരും ആ ഗേറ്റ് കടന്നു കഴിഞ്ഞിരിക്കുന്നു. And then there is the outer courtyard. അത് കഴിഞ്ഞിട്ട് ആ പുറത്തെ പ്രാകാരമായിരുന്നു. And in that, so when we are sitting and praying, we come as children of God, and often we just sit at the gate and we come out. പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ നമ്മൾ ആ ഗേറ്റിന്റെ അവിടെ വരെ ഇരുന്നിട്ട് തിരിച്ചു പോവുകയാണ് പതിവ്. But the Lord is saying, come closer. പക്ഷെ കർത്താവ് പറയുന്ന കുറച്ചുകൂടി നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വരിക. So the next you see, that's the brazen altar. അത് കഴിഞ്ഞിട്ട് കാണുന്ന square. അത് കഴിഞ്ഞിട്ട് ആ ചതുരം കാണുന്നത് താമ്ര യാഗപീഠമാകുന്നു. And that's a place where sacrifices are offered. അവിടെയാകുന്നു യാഗമൊക്കെ കഴിക്കപ്പെട്ടിരുന്നത്. That is a place of repentance. അവിടെയാകുന്നു നമ്മൾ അനുതപിക്കുന്നത്. You know, when you come to the Lord, often the Lord, if you are getting closer, you're really praying, the Lord will show us things we need to repent about.
നമ്മൾ കർത്താവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ നമ്മൾ എത്രത്തോളം ദൈവത്തിൻ്റെ അടുത്ത് ചെല്ലുന്നോ കർത്താവ് നമ്മളെ കാണിക്കും നമ്മൾ അനുദപിക്കേണ്ട മാനസാന്തരപ്പെടേണ്ട കാര്യങ്ങളെക്കുറിച്ച്. Nowadays, we have prayer, times of where this place is opened up from 7 to 9, from Tuesday to Saturday, where people can just come and pray and go. ചൊവ്വാഴ്ച മുതൽ ശനിയാഴ്ച വരെ വൈകുന്നേരം 7 തൊട്ട് ഇവിടെ തുറന്നിരിക്കുകയാണ് ഈ ദേവാലയം. കാരണം മനുഷ്യർക്ക് വന്ന് പ്രാർത്ഥിച്ചിട്ട് പോകാം. So there are just a few of us. I come 3 days a week, and it's just a time where I just sit in the presence of God. ഇവിടെ കുറച്ച് പേര് മാത്രമേ ഉണ്ടാവുള്ളൂ. ഞാൻ ആഴ്ചയിൽ 3 ദിവസമാണ് വരുന്നത്. പക്ഷേ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ ഞങ്ങൾ ഇരിക്കുന്നു. And one day I was sitting, it was just totally about repenting before God. ഒരു ദിവസം ഞാൻ ഇരിക്കുമ്പോൾ അന്ന് മുഴുവൻ ദൈവത്തിനടുത്ത് അനുദപിക്കുന്നതിനെ കുറിച്ച് മാത്രമായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചു. I was thinking, how come so much repentance now? അപ്പോൾ ഞാൻ വിചാരിക്കായിരുന്നു എൻ്റെ ഈ ഒരു സമയത്ത് ഞാൻ ഇത്രയും അനുദപിക്കേണ്ടതുണ്ടോ. I was quiet and still enough to repent. ഞാൻ അത്രയും കർത്താവിൻ്റെ മുമ്പിൽ വളരെ ക്വയറ്റായിട്ട് വളരെ സമർപ്പിക്കപ്പെട്ടിരുന്നു. കാരണം എനിക്ക് അനുദപിക്കേണ്ടിയിരുന്നു. The remnant will keep their heart repentant always. ഈ ശേഷിപ്പ് എപ്പോഴും തങ്ങളുടെ ഹൃദയം അനുദപിക്കേണ്ടതിന് സമർപ്പിച്ചിരിക്കും. And that happens in this outer courtyard. അത് ഈ പുറത്തെ പ്രാകാരങ്ങളിലാണ് നടക്കുന്നത്. And then there is a laver where there's water, where the priests used to wash before they entered. അത് കഴിഞ്ഞ ഒരു തൊട്ടിയുണ്ട്, അതിൽ വെള്ളമുണ്ട്. അതിൽ പുരോഹിതൻ അകത്ത് കിടക്കുന്നതിന് മുമ്പ് അവർ കഴുകുന്ന ഒരു വെള്ളമാകുന്നു. അതിനകത്ത് വെള്ളമുണ്ട്. Water symbolizes the word of God. വെള്ളം എന്ന് പറയുന്നത് ദൈവവചനത്തെയാണ് കാണിക്കുന്നത്. Always our prayer should be based on the word of God. നമ്മുടെ പ്രാർത്ഥന എപ്പോഴും അടിസ്ഥാനപ്പെട്ടിരിക്കേണ്ടത് ദൈവവചനത്തിൽ നിന്നാകുന്നു. Because otherwise we can go off tangent with emotions. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ വികാരങ്ങളിൽ പ്രതി നമ്മൾ അങ്ങ് മാറിപ്പോയേക്കാം. So I always have the word with me, and I'll know what to pray, how to pray. I pray the verses. അപ്പോൾ തന്നെ ഞാൻ ഇരിക്കുമ്പോൾ എപ്പോഴും ദൈവവചനത്തിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ എനിക്കറിയാം എങ്ങനെ പ്രാർത്ഥിക്കണം എന്നുള്ളത്. So now we're in the outer court. That's a good place to be, but don't stop there. പുറത്തെ പ്രാകാരം എന്ന് പറഞ്ഞാൽ വളരെ നല്ല സ്ഥലമാണ് നമുക്ക് നിൽക്കാൻ. പക്ഷെ അവിടെ തന്നെ നിന്ന് കളയരുത്. Then we enter അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും into പ്രവേശിക്കുകയാണ്, the holy place. വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കുകയാണ്. And there is the lamp. അവിടെയാകുന്നു നിലവിളക്കുള്ളത്. And lamp is a sign of, it's kind of renewing your mind. നിലവിളക്കെന്ന് പറയുന്നത് നമ്മുടെ മനസ്സിനെ പുതുക്കുന്ന ഒരു അനുഭവമാണ്. As we let the word of God change us, our mind changes. നമ്മൾ ദൈവവചനം വായിച്ച് നമ്മളെ തന്നെ രൂപാന്തരപ്പെടുവാൻ നമ്മൾ അനുവദിക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സിൽ ഒരു പുതുക്കം പ്രാപിക്കുന്നു. Many years ago, my prayer was because of my unrenewed mind. But as my mind was renewed, things changed and I started praying differently. പല വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. എൻ്റെ പ്രാർത്ഥനയെല്ലാം പുതുക്കം പ്രാപിക്കാത്ത ഒരു മനസ്സിൽ നിന്നായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ മനസ്സ് പുതുക്കം പ്രാർത്ഥിച്ച് ഇടത്തുനിന്ന് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. And then there's a table where there's showbread. അത് കഴിഞ്ഞ് കാഴ്ചയപ്പം ഉള്ള ഒരു മേശയുണ്ട്. Bread indicates the body of. കാഴ്ചയപ്പം എന്ന് പറയുന്നത് നമ്മുടെ ജഡത്തെയാണ് കാണിക്കുന്നത്. It's a place of surrender. അത് സമർപ്പണത്തിന്റെ ഒരു സ്ഥലമാകുന്നു. Yeah, it's a place where we surrender totally. So when you sit, in the presence of God, there'll be a time when usually I come with my list, but after some time God just pushes that out and it starts to be, no, I forgot about my list. I just want to hear from you, Lord. അപ്പോൾ കർത്താവ് ആഗ്രഹിക്കുന്ന ഈ ഒരു സമർപ്പണത്തിൻ്റെതായിട്ടുള്ള ഒരു അനുഭവമാകുന്നു. പലപ്പോഴും ഞാൻ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ എൻ്റെ ആവശ്യങ്ങളുടെ ഒരു ലിസ്റ്റും കൊണ്ടാണ് വരുന്നത്. പക്ഷെ പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുക്കുമ്പോൾ ആ ലിസ്റ്റൊക്കെ മാറ്റി വെക്കാൻ കർത്താവ് പറയാറുണ്ട്. It's no longer my problems. അത് അപ്പോൾ എൻ്റെ പ്രശ്നങ്ങളായിട്ട് മാത്രം അല്ല. So during the time of COVID, I've shared here how my daughter was in Milan at that time. ഈ കോവിഡിന്റെ സമയത്ത് ഞാനിവിടെ മുമ്പ് പറഞ്ഞിട്ടുണ്ട് എൻ്റെ മകൾ എങ്ങനെ മിലനിലായിരുന്നു എന്ന്. And in the first outbreak, that was where the epicenter of COVID. ആദ്യത്തെ കോവിഡിന്റെ പുറപ്പെട്ടപ്പോൾ ആ സ്ഥലമായിരുന്നു അത്രയും കോവിഡ് രോഗികൾ കൂടുതലുള്ളത്. She had just gone for her studies 2 months before that. Few months before that. താൻ 2 മാസം കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് മാത്രമാണ് ആ സ്ഥലത്തേക്ക് പ്രവേശിച്ചത് പഠിക്കാനായിട്ട്. So when I sometimes wake up in the night, my prayer would be about her. ഞാൻ ചില സമയങ്ങളിലൊക്കെ രാത്രിയിൽ അസമയത്ത് എഴുന്നേറ്റ് അവളെക്കുറിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. But then I realized this is like worry. പക്ഷേ പിന്നെ എനിക്ക് മനസ്സിലായി ഞാൻ എൻ്റെ സങ്കടത്തിൽ നിന്നാണ് പ്രാർത്ഥിക്കുന്നത്. So what I did is I just get up, I go to the next room and I take a map of Italy and started praying over it.
കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ എൻ്റെ റൂമിൽ നിന്ന് മറ്റു റൂമിലേക്ക് പോയി ഞാൻ ഇറ്റലിയുടെ മാപ്പ് എടുത്ത് വെച്ചിട്ട് അതിൻ്റെ മേൽ കൈവച്ച് പ്രാർത്ഥിച്ചു. I stopped praying I was praying, but I didn't focus on her. I was focused on the land. ഞാൻ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നുവെങ്കിലും അതിലല്ല കൂടുതൽ ശ്രദ്ധ ഊന്നിയത്, ആ മാപ്പിലായിരുന്നു ശ്രദ്ധ When ഊന്നിയത്. you come to that point of surrender, your prayer will change like that. നമ്മൾ ആ ഒരു സമർപ്പണത്തിന്റെ മനോഭാവത്തോടുകൂടെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയുടെ രീതി മാറും. The Lord protected her. കർത്താവ് അവളെ സംരക്ഷിച്ചു. But I could pray for Italy. പക്ഷേ എനിക്ക് ഇറ്റലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ So സാധിച്ചു. that is what happens at the table of showbread. അപ്പോൾ ആ ഒരു കാഴ്ചയപ്പത്തിന്റെ മേശയിൽ ഇതാണ് സംഭവിക്കുന്നത്. And then there is the altar of incense. അത് കഴിഞ്ഞ് ധൂപകലശത്തിൻ്റെതായിട്ടൊരു സ്ഥലമുണ്ട്. Incense is our prayer and worship that goes up to heaven. ആ ധൂപം എന്ന് പറയുന്നത് നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ ആരാധനയുമാണ് സ്വർഗത്തിലേക്ക് പോകുന്നത്. When you come to that point, your prayer will not only be just those words, it will be from a song from your heart. ആ ഒരു സ്ഥലത്ത് നമ്മൾ എത്തുമ്പോൾ നമ്മൾ വാക്കുകൾ കൊണ്ടല്ല പ്രാർത്ഥിക്കുന്നത്, നമ്മൾ ഹൃദയം കൊണ്ട് ആരാധിച്ചാണ് പ്രാർത്ഥിക്കുന്നത്. And that is such a beautiful place to be, but it takes time. അത് ഒത്തിരി മനോഹരമായ ഒരു സ്ഥലമാണ്, പക്ഷേ കുറച്ച് സമയം എടുക്കും. Coming here in the evenings is helping me to come closer to that place faster. ഈ വൈകുന്നേരങ്ങളിൽ ഞാൻ വരുമ്പോൾ എന്നെ ആ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവരാൻ എന്നെ സഹായിക്കാറുണ്ട്. And then the Holy of Holies, where the presence of God is the Ark of Covenant. അത് കഴിഞ്ഞ് അതിവിശുദ്ധ സ്ഥലം, അവിടെയാകുന്നു കർത്താവിൻ്റെ നിയമപ്പെട്ടകം ഇരിക്കുന്നത്. This should be how we pray. ഇങ്ങനെ ആയിരിക്കണം നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. I know we can't always do it, but as you practice it, it will become easier and easier. എനിക്കറിയാം അത് ബുദ്ധിമുട്ടുള്ള കാര്യമാകുന്നു, പക്ഷേ നമ്മൾ നിരന്തരമായി അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കത് എളുപ്പമായിട്ട് മാറും. So let us be a church that learns to pray from the presence of God. അപ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ കഴിയുന്ന ഒരു ദൈവസഭയാകാൻ നമുക്ക് കഴിയട്ടെ. Thank you. We can take it down. Ephesians 2:6 says, എഫേഷ്യൻസ് 2:6 പറയുന്നു, and raised us up with him and seated us with him in the heavenly places in Christ Jesus. ക്രിസ്തുവേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ചു സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. We are actually in the heavenly places when we pray. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ശരിക്കും നമ്മൾ സ്വർഗത്തിൽ തന്നെയാവുന്നു ഇരിക്കുന്നത്. But we're so distracted, we're not conscious of that. പക്ഷേ നമ്മൾ പലപ്പോഴും നമ്മുടെ ശ്രദ്ധ മാറിയിട്ട് നമ്മൾ അതിനെക്കുറിച്ച് ബോധവാന്മാരല്ല എന്നുള്ളതാകുന്നു. This journey from the gate to the Holy of Holies is something we have to do to really experience that being seated in the heavenly place. ഈ ഒരു വാതിലിൽ നിന്ന് അതിവിശുദ്ധ സ്ഥലത്തേക്കുള്ള യാത്ര നമ്മളാകുന്നു ഒരുങ്ങിയിരിക്കേണ്ടത്. So how many of you want to start learning to pray from the spirit realm? അപ്പോൾ എത്ര പേർക്ക് ഈ ആത്മതലത്തിൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ ആഗ്രഹമുണ്ട്? You can start by playing some worship music. That helps us probably to plug into the spirit realm faster. Whatever works for you. For me, I usually start with reading the word. നമ്മൾക്ക് പല രീതിയിൽ അതിനെക്കുറിച്ച് നമുക്ക് പഠിക്കാം, ശീലിക്കാം. ചിലർക്ക് ആരാധന പാട്ടുകൾ, സ്തോത്രഗീതങ്ങൾ പാടിക്കൊണ്ട് കേട്ടുകൊണ്ടും അത് ശീലിക്കാം. തനിക്കാണെന്നെങ്കിൽ ദൈവവചനം വായിച്ചുകൊണ്ടാകുന്നു അങ്ങനെ ഒരു ഇടത്തേക്ക് പോകുവാൻ സാധിക്കുന്നത്. So I want us as a church, even we have multiple intercession slots, that we as intercessors will start hearing from God and praying what He wants us to pray. നമ്മൾക്കും ദൈവസഭയായിട്ട് നമ്മൾക്ക് ഈ സഭയിൽ പല രീതിയിൽ ചെറിയ ചെറിയ കൂട്ടങ്ങളായിട്ട് മധ്യസ്ഥ പ്രാർത്ഥനകളുണ്ട്. അപ്പോൾ നമ്മൾക്ക് ദൈവത്തിൽ നിന്ന് കേട്ട് പ്രാർത്ഥിക്കുവാൻ നമുക്ക് അങ്ങനെ ശീലിക്കാം. Secondly, we need to understand there are different types of prayers. രണ്ടാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് വിവിധ തരത്തിലുള്ള പ്രാർത്ഥനകൾ ഉണ്ട് എന്നുള്ളതാകുന്നു. 1 Timothy chapter 2 verses 1 and 2 says, first of all, then I urge that requests, prayers, intercession, and thanksgiving be made on behalf of all people, for kings and all who are in authority, so that we may lead a tranquil and quiet life in all godliness and dignity. തിമോത്തിക്ക് എഴുതിയ 1 ലേഖനം 2:1-2 വരെ വാക്യങ്ങൾ. എന്നാൽ സകല മനുഷ്യർക്കും നാം സർവഭക്തിയോടും ഘനത്തോടും കൂടെ സാവധാനതയും സ്വസ്ഥതയുമുള്ള ജീവനം കഴിക്കേണ്ടതിന് വിശേഷാൽ രാജാക്കന്മാർക്കും സകല അധികാരസ്ഥന്മാർക്കും വേണ്ടി യാചനയും പ്രാർത്ഥനയും പക്ഷവാദവും സ്തോത്രവും ചെയ്യണമെന്ന് ഞാൻ പ്രബോധിപ്പിക്കുന്നു. So we have different types of prayers. In one sentence, Paul is writing about the different types of prayers. ഒരു വാക്യത്തിൽ തന്നെ വിവിധ തരത്തിലുള്ള പ്രാർത്ഥനയെക്കുറിച്ചാണ് പൗലോസ് ഇവിടെ എഴുതിയിരിക്കുന്നത്. First is requests, that is a petition. ഒന്നാമത് യാചന, പെറ്റീഷൻ എന്ന അർത്ഥത്തിൽ. It's a Greek word desis. അത് ഡേസിസ് എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് പദമാണ്. It's to ask for something you lack. നമുക്ക് കുറവുള്ള കാര്യത്തിനെ കുറിച്ച് അപേക്ഷിക്കുക എന്നുള്ളതാണ്. It can be personal or for others. അത് നമ്മുടെ വ്യക്തിപരമായ ഒരു ആവശ്യമായിരിക്കാം, അല്ലെങ്കിൽ വേറൊരാൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ആവശ്യമായിരിക്കാം. We have, as a church, we pray for anyone who has a problem
and so it becomes a petition from the church to God. നമ്മൾ സഭയായിട്ട് നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു കുറവുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ പ്രാർത്ഥിക്കാറുണ്ട്. അത് ദൈവത്തിന്റെ മുമ്പിൽ നമ്മൾ കഴിക്കുന്ന യാചനയാകുന്നു. So Pastor John's son, when he went to Dubai, I think for his exams, he was just thinking, and he asked, is the church in Trivandrum praying? He asked his mom. പാസ്റ്റർ ജോണിന്റെ മകൻ ഇവിടെ നിന്ന് ദുബായിലേക്ക് പോയ സമയത്ത് പരീക്ഷ വന്നപ്പോൾ താൻ ചോദിക്കുകയുണ്ടായി, തിരുവനന്തപുരത്തുള്ള സഭ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ എന്നുള്ളത്. But Pastor Hannah said yes. പാസ്റ്റർ ഹാന പറഞ്ഞു പ്രാർത്ഥിക്കുന്നുണ്ട് എന്നുള്ളത്. Then Joshua said, then it's okay, I'm fine. അപ്പോൾ ജോഷുവ പറഞ്ഞു എന്നാൽ ശരിയാകും. That is the confidence the family has when we petition together. അതാണ് ഒരു ഉറപ്പാണ് ഒരു സഭയായിട്ട് നമ്മൾ ഒരുമിച്ച് വന്ന് ദൈവത്തിനോട് യാചനകൾ കഴിക്കുമ്പോൾ. I remember many years back, one of a prayer partner of mine, she prayed she was so burdened because her son had got into a relationship with an unbeliever. കുറച്ച് നാളുകൾക്ക് മുമ്പ് എൻ്റെ കൂടെ പ്രാർത്ഥിച്ചു, Many years back. കുറേ വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ കൂടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു സഹോദരിക്ക് ഒരു വിഷമത്തിൽ വന്നു. തൻ്റെ മകൻ ഒരു ബിലീവർ അല്ലാത്ത ഒരു പെൺകുട്ടിയുമായിട്ടൊരു അടുപ്പമുണ്ടായി. So she said, Kavita, she was so shattered. So I said, no, we will pray together. We just gave a petition to heaven. Within a week, everything changed. Now he is married to the right person that God wants, and he's serving the Lord. സഹോദരി അധികമായി ആകുലപ്പെട്ടു. തൻ്റെ അടുത്ത് വന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചു. ഒരാഴ്ചയ്ക്കുള്ളിൽ കാര്യങ്ങൾ മറിഞ്ഞു. അതിൽ നിന്ന് മാറി ഇപ്പോൾ താൻ വിശ്വാസിയായ ഒരു പെൺകുട്ടിയായിട്ട് കല്യാണം കഴിച്ചു. And he's serving the Lord. അതും ദൈവത്തെ ശുശ്രൂഷിക്കുകയും ചെയ്യുന്നു. Petition. യാചന എന്നുള്ളത് It changes everything. അത് എല്ലാ കാര്യങ്ങളും മാറ്റും. So that's the first type of prayer. Second is prayers, that word is prosuke. That means communion. രണ്ടാമത് പ്രാർത്ഥന എന്നുള്ളത് പ്രൊസിക്യൂർ എന്ന് പറയുന്ന ഒരു വാക്യമാകുന്നു. അത് കൂട്ടായ്മ. So actually, even as intercessors, it's not just about the list. He wants to just know you and he's interested in knowing what we're going through. ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മൾ കുറേ ആവശ്യങ്ങൾ പറയുക മാത്രമല്ല, ദൈവത്തിന് നമ്മളെ അറിയണം, നമ്മൾക്ക് ദൈവത്തെയും അറിയണം, നമ്മളിൽ എന്ത് നടക്കുന്നു എന്ന് ദൈവത്തിന് അറിയാൻ താല്പര്യമുണ്ട്. For him to call Abraham his friend. അബ്രഹാമിനെ തൻ്റെ സുഹൃത്ത് എന്ന് പറയുന്ന ദൈവം. God is looking for friends. ദൈവം സുഹൃത്തുക്കൾക്ക് വേണ്ടി, ചങ്ങാതിമാർക്ക് വേണ്ടി നോക്കുകയാണ്. He's really looking for friends here. ദൈവം സുഹൃത്തുക്കളെ അന്വേഷിക്കുകയാണ്. Not people who will just give that list there. കുറേ ലിസ്റ്റ് അവിടെ കൊടുക്കുന്ന ആൾക്കാരെ നോക്കുകയല്ല. I have a cat that has adopted me. എന്നെ ദത്തെടുത്ത ഒരു പൂച്ചയുണ്ട്. So that cat, once a day I give food. എല്ലാ ദിവസവും ഒരു നേരം ഞാൻ ആഹാരം കൊടുക്കും. But sometimes it's in the morning, always waiting at the door. താൻ ഡോറിന്റെ അടുത്ത് എപ്പോഴും വെയിറ്റ് ചെയ്യും ഞാൻ ആഹാരം കൊടുക്കുവാനായിട്ട്. So but sometimes when I give the food, it doesn't go to the food. It wants to just hang around with me. ചില സമയത്ത് അതെൻ്റെ ആഹാരം ഞാൻ കൊടുക്കുമ്പോൾ ആഹാരത്തെ അല്ല നോക്കുന്നത്, അത് എൻ്റെ അടുത്ത് തന്നെ ഇങ്ങനെ കറങ്ങി നിൽക്കും. For 5 minutes it's trying to get me to stroke her. 5 മിനിറ്റ് ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും ഞാൻ തടവാൻ വേണ്ടി. And I'm thinking, she has won my heart. അപ്പോൾ ഞാൻ വിചാരിക്കുകയാണ് ആ പൂച്ച എൻ്റെ ഹൃദയത്തെ കൈക്കലാക്കി എന്നുള്ളത്. How much more if we just talk to God like that, we would win his heart. അപ്പോൾ നമ്മൾ ദൈവത്തിന്റെ അടുത്ത് അത്രയും സമയം ചെലവഴിച്ചാൽ എത്രത്തോളം അധികമായിരിക്കും അത്. Are we bothered about what he gives, or are we bothered about him? കർത്താവ് തരുന്നതിനെ കുറിച്ചാണോ നമ്മൾ നോക്കുന്നത്, അതോ കർത്താവിനെ കുറിച്ചാണോ നമ്മൾ നോക്കുന്നത്? The animals teach us, nature teaches us how to live, isn't it? മൃഗങ്ങളും പ്രകൃതിയും നമ്മളെ പഠിപ്പിക്കുന്നു നമ്മൾ എങ്ങനെ ജീവിക്കണം എന്നുള്ളത്. So that's the second type, that communion with God. രണ്ടാമത്തെ പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവവുമായിട്ടുള്ള കൂട്ടായ്മയോടുള്ള അതോടുള്ള പ്രാർത്ഥന. The third is intercession. മൂന്നാമത്തേത് പക്ഷവാദം ചെയ്യുക. That word is entuxis. Entuxis എന്ന് പറയുന്ന ഒരു വാക്കാണത്. The root word of this word means to hit the bullseye. അതിൻ്റെ പ്രഥമമായ ഒരു അർത്ഥം എന്ന് പറയുന്നത് ലക്ഷ്യസ്ഥാനത്തേക്ക് കൃത്യമായി വീഴ്ത്തുക എന്നുള്ളതാണ്. Biblical intercession means that we're waiting on the Lord to hit the mark. വേദപുസ്തക പ്രകാരമുള്ള മധ്യസ്ഥത അല്ലെങ്കിൽ പക്ഷവാദം എന്ന് പറയുന്നത് നമ്മൾ ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് സൂക്ഷ്മമായി ആ സ്ഥലത്തെ വീഴ്ത്തുവാൻ വേണ്ടിയിട്ട്. Intercede comes from the word inter, which means, the Latin word inter means between, ceder means to pay the price. ഇന്റർസീഡ് അല്ലെങ്കിൽ പക്ഷവാദം എന്ന് പറയുന്ന ഒരു ലാറ്റിൻ പദമാകുന്നു. അതിൽ ഇന്റർ എന്ന് പറയുന്നത് inter means between, രണ്ട് വ്യക്തികളുടെ അല്ലെങ്കിൽ രണ്ട് കാര്യങ്ങളുടെ ഇടയിൽ നിൽക്കുക. and ceder is to pay the price. സെഡർ എന്ന് പറയുന്നത് വില കൊടുക്കുക എന്നുള്ളത്. So it's like stepping between someone and the enemy.
അപ്പോൾ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെയും അയാളുടെ ശത്രുവിന്റെയും ഇടയിലേക്ക് കയറി നിൽക്കുക എന്നുള്ളതാകുന്നു. It's a holy act of prayer through which we call forth reconciliation between two opposing parties. അപ്പോൾ അത് ഒരു വിശുദ്ധമായൊരു പ്രാർത്ഥനയാകുന്നു. എതിർത്ത് നിൽക്കുന്ന രണ്ട് കക്ഷികളുടെ ഇടയിലേക്ക് നമ്മൾ കയറി നിന്ന് പ്രാർത്ഥിക്കുകയാണ്. It may be between God and a particular person praying for their salvation. അത് ചിലപ്പോൾ ഒരു ദൈവവും ഒരു വ്യക്തിയുടെ നടുവിൽ നിന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് ആ വ്യക്തിയുടെ രക്ഷയ്ക്കായിട്ട്. It can be between God and a city. അത് ചിലപ്പോൾ ദൈവവും ഒരു നഗരത്തിനും വേണ്ടിയിട്ടായിരിക്കാം. Or God and a nation. ചിലപ്പോൾ ദൈവത്തിനും ഒരു ദേശത്തിന്റെയും ഇടവിൽ നിന്ന് To പ്രാർത്ഥിക്കുകയായിരിക്കാം. think that God uses us to pray some things for some things, and only after we pray it will happen. ഒന്ന് ആലോചിച്ച് നോക്കൂ, ദൈവത്തിന് ആഗ്രഹം നമ്മൾക്ക് ചില കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നുള്ളത്, ആ പ്രാർത്ഥനയിലുള്ള ചില കാര്യങ്ങൾ സാധിക്കും എന്നുള്ളത്. We are all called to intercede. നമ്മൾ എല്ലാവരും പക്ഷവാദം ചെയ്യപ്പെടുവാനായിട്ട് വിളിച്ചിരിക്കുന്നു. Tell your neighbor you are called to intercede. നമ്മൾ Each of us are called to intercede. നമ്മൾ ഓരോരുത്തരും പക്ഷവാദം ചെയ്യുവാനായിട്ട് Jesus is interceding. കർത്താവ് നമ്മൾക്ക് വേണ്ടി പക്ഷവാദം The ചെയ്തുകൊണ്ടിരിക്കുന്നു. Holy Spirit helps us to intercede. പരിശുദ്ധാത്മാവ് നമ്മളെ പക്ഷവാദം ചെയ്യുവാൻ സഹായിക്കുന്നു. It's not only women who have to intercede. അത് സ്ത്രീകൾ മാത്രമല്ല മധ്യസ്ഥ പ്രാർത്ഥന, Men are called to intercede. പുരുഷന്മാരും അതുപോലെ പക്ഷവാദം ചെയ്യുവാൻ I think in വിളിക്കപ്പെട്ടിരിക്കുന്നു. most churches they say expect the women to pray. പല ദൈവസഭയിലും സ്ത്രീകൾ പ്രാർത്ഥിക്കുവാൻ ആൾക്കാർ വിചാരിക്കുന്നു. But we are going to change that. പക്ഷേ നമ്മുടെ സഭയിൽ നമ്മളത് മാറ്റുവാൻ ഉദ്ദേശിക്കുന്നു. This church is going to be a church where more men pray. Let it be. I'm prophetically speaking that. ഈ സഭയിൽ എല്ലാവരും പ്രാർത്ഥിക്കുവാൻ പോവുകയാണ്, പുരുഷന്മാരും. 1 Timothy 2:8 says, "Therefore I want the men in every place to pray, lifting up holy hands without anger and dispute." തിമോത്തിയുടെ 1:8 ഇങ്ങനെ വായിക്കുന്നു, ആകയാൽ പുരുഷന്മാർ എല്ലായിടത്തും കോപവും വാഗ്വാദവും വിട്ടകന്ന് വിശുദ്ധ കൈകളെ ഉയർത്തി പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. Moses was an intercessor. മോശ ഒരു പക്ഷവാദം ചെയ്യുന്ന മനുഷ്യനായിരുന്നു. So it's not just his job was not just to be a leader. Through it he would intercede for the people of Israel. മോശയുടെ ജോലി എന്ന് പറയുന്നത് ഒരു നേതാവായിരിക്കാൻ മാത്രമല്ല, ഉടനീളം നമ്മൾ കാണുന്നു അദ്ദേഹം തന്റെ ജനത്തിന് വേണ്ടി പക്ഷവാദം ചെയ്തിരുന്നു എന്നുള്ളത്. In your workplace you are an intercessor. നമ്മൾ ജോലി ചെയ്യുന്നിടത്ത് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പക്ഷവാദം So ചെയ്യുന്നു. Moses in Exodus chapter 32, when the 10 commandments are given to the people, but what are the people doing? They made a calf and they were worshipping that calf. പുറപ്പാടിന്റെ 32 നമ്മൾ കാണുന്നു 10 കൽപ്പനകൾ മോശയ്ക്ക് കൈമാറുമ്പോൾ ജനങ്ങൾ താഴെ എന്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നവർ? കാളക്കുട്ടി ഉണ്ടാക്കി അതിനെ ആരാധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. God got so angry and destroyed 3,000 people in a plague. അവിടെ ദൈവത്തിന് അധികമായി ദേഷ്യം വന്നിട്ട്, കോപം വന്നിട്ട് അവിടെ ഒരു പ്ലേഗിൽ 3000 പേരെ God told Moses, I want to destroy them and you can now let the kingdom continue from you. എനിക്ക് അവരെ നശിപ്പിക്കണം, നീ അത് കഴിഞ്ഞിട്ട് നീ ഈ രാജ്യം മുന്നോട്ട് കൊണ്ടുപോയാട്ടെ. But Moses said, no, do not do that, Lord. This will not be for your glory. What will people say? Have mercy on them. അപ്പോൾ മോശ പറയൂ, അങ്ങനെ ചെയ്യരുതേ, മനുഷ്യരെന്ത് വിചാരിക്കും, നിന്റെ മഹത്വത്തിനായിട്ട് നീ അവരോട് ക്ഷമിക്കണമേ എന്ന് പറയുന്നു. He even went to the point to say that blot out my name from the book of life instead of theirs. അതിൽ മോശ പറയുന്നുണ്ട്, ജീവപുസ്തകത്തിൽ നിന്ന് എൻ്റെ പേര് എഴുത്തിയാലും മാറ്റിയാലും കുഴപ്പമില്ല, അവരുടെ പേര് മാറ്റരുത് എന്നുള്ളത്. That was the extent he interceded. അത്രയും ഒരു അറ്റം വരെ താൻ മധ്യസ്ഥത വഹിച്ചു. So the Lord has called all of us to intercession also. അപ്പോൾ നമ്മളെ എല്ലാവരെയും പക്ഷവാദം ചെയ്യുവാനായിട്ട് കർത്താവ് And വിളിച്ചിരിക്കുന്നു. in that there's another type of prayer, thanksgiving. അത് കഴിഞ്ഞിട്ടുള്ള പ്രാർത്ഥന അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് സ്തോത്രത്തോടെയുള്ള പ്രാർത്ഥന If എന്നുള്ളതാണ്. there is not that joy in your heart, check it. Lord, why am I not grateful for the things you've done? നമ്മുടെ ഹൃദയത്തിൽ നന്ദി ഇല്ല എങ്കിൽ നമ്മൾ ഒന്ന് ശോധന ചെയ്താട്ടെ, എന്തുകൊണ്ടാണ് ദൈവം ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് നമ്മൾക്ക് നന്ദി ഇല്ലാത്തത് എന്നുള്ളത്. Sometimes when I sit to pray, I just think, I probably will be praying for something in the future. Then I remember, Lord, you did this, you did that. Thank you. And I remind my family, God was faithful here, he will be faithful in the future. ചില കാര്യങ്ങൾ ഞാൻ ഭാവിയെക്കുറിച്ച് ഓർത്ത് ആകുലപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോൾ പെട്ടെന്ന് ഓർക്കും ദൈവം മുൻപ് ചെയ്ത കാര്യത്തെക്കുറിച്ച്. അപ്പോൾ ഞാൻ എൻ്റെ കുടുംബത്തോട് പറയും, ദൈവം മുൻപ് ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഭാവിയിലും ഇത് ചെയ്യും എന്നുള്ളത്. The third thing is, to be effective, we need to be on guard at all times. ഫലപ്രദമാകണമെങ്കിൽ നമ്മൾ എപ്പോഴും നമ്മളെ തന്നെ സൂക്ഷിക്കേണ്ടതുണ്ട്. It's not a part-time job. It's full-time. അത് എപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യമാകുന്നു. Isaiah 62:6 says, on your walls, Jerusalem, I have appointed watchmen. All day and all night, they will never keep silent. You who profess the Lord, take no rest for yourselves.
യശയ്യാ 62:6 ഇങ്ങനെ പറയുന്നു, യെരൂശലേമേ, ഞാൻ നിന്റെ മതിലുകളിൽ മേൽ കാവൽക്കാരെ ആക്കിയിരിക്കുന്നു. അവർ രാവോ പകലോ ഒരിക്കലും മിണ്ടാതെ ഇരിക്കില്ല. യഹോവയെ ഓർമ്മിപ്പിക്കുന്നവരെ നിങ്ങൾ സ്വസ്ഥമായിരിക്കരുത്. God has appointed us as watchmen. നമ്മളെ കാവൽക്കാരായിട്ട് ദൈവം നമ്മളെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നു. The Hebrew word for watchman is shamar, and it means a keeper, a protector. ഈ വാച്ച്മാൻ എന്ന് പറയുന്നത്, കാവൽക്കാരൻ എന്ന് പറയുന്ന ഹീബ്രു പദം ഷമാർ എന്ന് പറയുന്ന പദത്തിൽ വരുന്നു. അതിനർത്ഥം സൂക്ഷിക്കുന്നവൻ, കാക്കുന്നവൻ എന്നാകുന്നു. We need to be a church that is alert. What do the watchmen do? They see danger even before anyone sees it, isn't it? കാവൽക്കാരൻ എന്താണ് ചെയ്യുന്നത്? വളരെ സൂക്ഷ്മമായി ജാഗ്രതയോടെ ഇരുന്നിട്ട് ഒരു ശത്രുവിനെ നമ്മൾ കാണുന്നതിന് മുമ്പേ കാവൽക്കാരൻ കണ്ടിരിക്കും. And they pray in accordance. അങ്ങനെ അതിന് അനുസരിച്ച് അവർ പ്രാർത്ഥിക്കുകയും ചെയ്യും. So I was listening to a testimony of a couple who are intercessors. They're no longer alive. They're Americans. ഞാനൊരു ദമ്പതികളെ കുറിച്ച് കേൾക്കുകയായിരുന്നു. അവർ രണ്ടുപേരും പക്ഷവാതം ചെയ്യുന്നവരായിരുന്നു. അമേരിക്കയിലായിരുന്നു. അവർ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. Philip Halverson and his wife. ഫിലിപ്പ് ഹാർവസനും തൻ്റെ പത്നിയും. And so they were testifying. They were in their 80s when they testified this. 1980-കളിലാണ്. They were 80 in that age. അവർ 80 വയസ്സുള്ളപ്പോഴാകുന്നു അവർ ഈ സാക്ഷ്യം പറഞ്ഞത്. And so the wife was saying that usually when they sleep, sometimes they in their sleep they pray in tongues. It comes. The one spouse will notice that the other spouse is praying in tongues. അപ്പോൾ ഭാര്യ ഇങ്ങനെ പറയായിരുന്നു, ഇവർ രണ്ടുപേരിൽ ആരെങ്കിലും ഈ രാത്രി കാലങ്ങളിൽ ഉറക്കത്തിൽ അന്യഭാഷയിൽ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. And sometimes if it's some words, they get up and they pray together and they go back to sleep. ചിലപ്പോൾ ചില ദൈവവചനങ്ങളാണ് അവർക്ക് കിട്ടുന്നെങ്കിൽ അവർ രണ്ടുപേരോട് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചിട്ട് പിന്നെ ഉറക്കത്തിലേക്ക് പോകുമായിരുന്നു. One night her husband was praying in English tongues. ഒരു രാത്രിയിൽ ഭർത്താവ് ഇംഗ്ലീഷിൽ അന്യഭാഷയിൽ പറയായിരുന്നു. And the name that he said was Donald Oman. ഒരു പേര് താൻ പറഞ്ഞുകൊണ്ടേയിരുന്നു, ഡൊണാൾഡ് ഓമൻ എന്ന് പറയുന്ന പേര്. And he started saying, in Jesus' name, let life come into your body. താൻ പറയുകയാണ്, യേശുവിന്റെ നാമത്തിൽ തൻ്റെ ജഡത്തിലേക്ക് ജീവൻ വരട്ടെ എന്നുള്ളത്. There is a ministry for you. Continue to do that. തനിക്കൊരു ശുശ്രൂഷയുണ്ട്, അത് വീണ്ടും ചെയ്തുകൊണ്ടേ ഇരിക്കുക എന്ന്. So when the wife heard that, she said, what is this? He said, I don't know who this person is. അപ്പോൾ ഭാര്യ കേട്ടപ്പോൾ ഭാര്യ പറയുകയാണ്, ഇതെന്താണ്, ഇങ്ങനൊരു വ്യക്തിയെക്കുറിച്ച് തനിക്ക് അറിവില്ലല്ലോ എന്നുള്ളത്. And so they got up together and they continued to pray for this person. അപ്പോൾ രണ്ടുപേരും ഒരുമിച്ച് എഴുന്നേറ്റിരുന്ന് ഈ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. And then when they had peace, they went back to sleep. പ്രാർത്ഥിച്ച് ഒരു സമാധാനത്തിൽ എത്തിയപ്പോൾ അവർ ഉറക്കത്തിലേക്ക് പോയി. 6 months later, they went to a church to preach. 6 മാസങ്ങൾക്ക് ശേഷം അവർ ഒരു സഭയിൽ ശുശ്രൂഷിക്കുവാനായിട്ട് പോയി. And his name is Philip Halverson. There was a prayer list. He just took the prayer list and was looking at it, and this name was there, Donald Oman. ഫിലിപ്പ് ഹാർവസൺ അവിടെ പ്രാർത്ഥിക്കപ്പെടേണ്ടവരുടെ ഒരു ലിസ്റ്റ് ഉണ്ടായിരുന്നു. ആ ലിസ്റ്റ് താൻ നോക്കിയപ്പോൾ അതിൽ ഈ ഒരു പേര് കണ്ടു. And so he asked, who is this person? അപ്പോൾ താൻ ചോദിക്കുകയാണ്, ആരാണ് ഈ വ്യക്തി? And one of the ladies there said, this person's mother-in-law is here. This is a missionary in Lebanon. അപ്പോൾ അതിലൊരാൾ പറയുകയാണ്, ഈ വ്യക്തിയുടെ അമ്മായിയമ്മ ഇവിടെയുണ്ട്. ഈ വ്യക്തി ലെബനനിൽ ഒരു മിഷണറി ആയിട്ട് പ്രവർത്തിക്കുന്നു. This man had become very sick some time back and he died. But the wife didn't give up and kept praying and he came to life. കുറച്ച് നാളുകൾക്ക് മുമ്പ് താൻ ദീനപ്പെട്ട് കടന്നു, മരണം വരെ പെട്ടുപോയി. പക്ഷേ പ്രാർത്ഥനയ്ക്കുന്ന ഒരു ഭാര്യ ഉണ്ടായിരുന്നു, അങ്ങനെ തനിക്ക് ജീവൻ തിരിച്ചു കിട്ടി. And he came to know that he had prayed on that same time. അപ്പോൾ ഈ പാസ്റ്റർക്ക് മനസ്സിലായ ആ ദിവസമാകുന്നു താനും ഭാര്യയും കൂടെ രാത്രി ഇരുന്ന് പ്രാർത്ഥിച്ചത്. The Lord is looking for an intercessor. ദൈവം പക്ഷവാതം ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടി നോക്കുന്നു. It may be a person who is far away, but there is so much power in prayer. And if we are sensitive, will we be that type of intercessors? ചിലപ്പോൾ നമ്മൾ സെൻസ് ചെയ്യുന്ന ആൾക്കാർ വളരെ ദൂരത്ത് നിൽക്കുന്നവർ, നമ്മൾക്കറിയില്ലാത്ത ആൾക്കാരായിരിക്കാം. പക്ഷെ നമ്മൾ അത് ഉത്തരവാദിത്തോടെ ആ വ്യക്തിക്ക് വേണ്ടി പക്ഷവാതം ചെയ്യാൻ തയ്യാറാണോ? I listened to the message of this husband and wife and this was their lifestyle. ഞാൻ ഈ ഒരു ഭാര്യയുടെയും ഭർത്താവിൻ്റെയും മെസ്സേജസ് ഒക്കെ നോക്കുകയായിരുന്നു. ഇത് അവരുടെ ജീവിതശൈലി തന്നെയായിരുന്നു. The day before he passed away, he was encouraging one of the mighty women of God, one of the intercessors, and talking to her. And the next day on the stage,
in the presence of the Lord, he passed away. താൻ മരിക്കുന്നതിന് തലേ ദിവസം തൻ്റെ ഇൻ്റർസെഷൻ ടീമിലുള്ള ഒരു വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ലേഡിയോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതൊക്കെ തൻ്റെ അനുഭവങ്ങൾ പറയുകയായിരുന്നു. പിറ്റേ ദിവസം ശുശ്രൂഷ ചെയ്യുന്ന ഇടയിൽ തന്നെ താൻ തൻ്റെ ജീവന് കടന്നു. What a life. എങ്ങനെ ഒരു ജീവിതം. That's a watchman call. That's a watchman life. That is the level of prayer the Lord expects of us. അങ്ങനെ ഒരു കാവൽക്കാരൻ്റെ ഒരു ജീവിതശൈലിയും അങ്ങനെ ഒരു പ്രാർത്ഥനയുമാവുന്നു, അങ്ങനെ ഒരു പക്ഷപാതം ചെയ്യുന്ന ഒരു ജീവിതശൈലിയാവുന്നു ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. Samuel prayed for the people of Israel. ഇസ്രായേലിന് വേണ്ടി ശമൂവേൽ പ്രാർത്ഥിച്ചു. But the people of Israel said they want a king. ഇസ്രായേലിൽ പറഞ്ഞു തങ്ങൾക്കൊരു രാജാവിനെ വേണമെന്നുള്ളത്. Which was probably not God's perfect will. അത് ദൈവത്തിൻ്റെ ഒരു ഹിതമായിരുന്നില്ലായിരുന്നു. But Samuel, in spite of them going wrong, he said, I will continue to pray for you, because if I don't pray, that will be a sin for me. പക്ഷേ ശമൂവേൽ പറയുന്ന ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, കാരണം ഞാൻ പ്രാർത്ഥിച്ചില്ല എങ്കിൽ അതൊരു പാപമാകുന്നു എന്നുള്ളത്. So we need to be the watchmen who are on guard at all times. നമ്മൾ ഒരു കാവൽക്കാരായിരിക്കേണ്ട, എപ്പോഴും സൂക്ഷിച്ചുകൊണ്ട് ജാഗ്രതയോടിരിക്കേണ്ട ഒരു കാവൽക്കാരായിരിക്കണം. Fourthly, we need to be sensitive to the season we are in. നാലാമതായി നമ്മൾ ആയിരിക്കുന്ന കാലത്തെക്കുറിച്ച് നമ്മൾക്ക് ബോധമുള്ളവരായിരിക്കണം. 1 Peter chapter 4 verse 7 says, the end of all things is near. Therefore, be of sound judgment and sober spirit for the purpose of prayer. 1 പത്രോസ് 4:7 ഇങ്ങനെ പറയുന്നു, എന്നാൽ എല്ലാറ്റിൻ്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു, അതുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് വേണ്ടി സുബോധമുള്ളവരും ആത്മനിയന്ത്രണമുള്ളവരും ആയിരിക്കും. What are we supposed to be sound-minded for? നമ്മൾ എങ്ങനെയാണ് സുബോധമുള്ളവരായിരിക്കും? For what purpose? എന്ത് കാര്യത്തിന് വേണ്ടിയാണ് To സുബോധമുള്ളവരായിരിക്കും? be in prayer. പ്രാർത്ഥനയ്ക്ക് വേണ്ടി. There is one great purpose we are in here for. The Lord is looking for people who will pray for his second coming. നമ്മൾ ഇവിടെ ഇവിടെ നമ്മളിപ്പോൾ ഇരിക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് കർത്താവിൻ്റെ തിരിച്ചുവരവിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. For his first coming there was Anna and Simeon. തൻ്റെ ആദ്യത്തെ വരവിന് വേണ്ടി അന്നയും ശിമയോനും There was John the Baptist. യോഹന്നാൻ സ്നാപകൻ ഉണ്ടായിരുന്നു. But let another generation of Elijahs arise from here. ഇവിടെ നിന്ന് എലിയാവ് പ്രാർത്ഥിക്കുന്ന പോലെ പ്രാർത്ഥിക്കുന്ന വ്യക്തികൾ ഇവിടെ നിന്ന് വരട്ടെ. Ephesians 6:18 says, with every prayer and request, pray at all times in the Spirit, and with this in view, be alert with all perseverance and every request for all the saints. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6:18 സകല പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അവൻ്റെ മറുപടിക്കായി ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥനയിൽ സ്ഥിരോത്സാഹം കാണിപ്പിൻ. There are two words for time in Greek. One is kairos, the other is chronos. The word here is kairos. ഗ്രീക്കിൽ സമയത്തെ കാണിക്കുന്ന രണ്ട് പദങ്ങളുണ്ട്, ഒന്ന് കൈറോസും ഒന്ന് ക്രോണോസും. Chronos is the chronological. ക്രോണോസ് എന്ന് പറയുന്ന ഈ സമയം എന്നുള്ളത്. പക്ഷെ Kairos is the strategic time. കൈറോസ് എന്ന് പറയുന്നത് ഒരു തന്ത്രപരമായ സമയമാകുന്നു. There is, in wartime we need to know that we have to pray. നമ്മൾ ഏത് സമയത്താണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് നമ്മൾ അറിയണം. So Elijah, see, we are supposed to be people who pray with the spirit of Elijah. That was his prayer was so fervent. എലൈജ വളരെ ജാഗരിച്ചു പ്രാർത്ഥിച്ചു. He was standing in the presence of the Lord. വളരെ തീഷ്ണതയോടെ ദൈവസന്നിധിയിൽ ഏലിയാവ് നിന്നു. And how did he pray for rain? എങ്ങനെയാണ് താൻ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്? He was on his knees with his head down and just praying till he knew the answer was there. തൻ്റെ മുഴങ്കാലുകൾക്ക് നടുവിൽ തൻ്റെ കാല് വെച്ചിട്ട് തൻ്റെ മുട്ടുകൾക്കിടയിൽ തൻ്റെ കാല് വെച്ചിട്ടാണ് താൻ തീഷ്ണമായി പ്രാർത്ഥിച്ചത്. I think that is the type of intercession we are called to. അങ്ങനെ ഒരു പക്ഷപാത പ്രകാരമുള്ള പ്രാർത്ഥനയാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. Will the Elijahs from here arise up? എലിയാവിനെ പോലുള്ള വ്യക്തികൾ ഇവിടെ നിന്ന് ഉയർന്നു വരുമോ? There's another intercessor. Her name is Rachel T. Fatila. She's no longer a very godly woman. റേച്ചൽ എന്ന് പറയുന്ന ഒരു മിഷണറി ഉണ്ടായിരുന്നു. വളരെ ദൈവത്തെ ഭയന്ന ഒരു ദേവദാസിയായിരുന്നു. അവരിപ്പോൾ ജീവിച്ചിരിപ്പില്ല. So for the 9/11, during the time of the Twin Towers being attacked, being crashing down in 9/11, just 1 week before that, the whole week she was crying. അമേരിക്കയിൽ വിമാനം തകർന്ന് അവരുടെ 2 ബിൽഡിങ്ങുകൾ തകർക്കപ്പെട്ട ആ സംഭവത്തിൽ ആ ഒരാഴ്ച മുഴുവൻ താൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. She was crying. താൻ കരയുകയായിരുന്നു. And people were saying, what is wrong with you? She didn't know, but she was an intercessor. She felt something was going to happen.
കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മറ്റുള്ളവർ ചോദിച്ചു, എന്തിനാണ് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്? താൻ ഇങ്ങനെ വളരെ അധികം പ്രാർത്ഥിക്കുന്ന, മധ്യസ്ഥത വഹിക്കുന്ന ഒരു സ്ത്രീയായിരുന്നു. She called one of her prayer partners, and that prayer partner was also crying for 1 week. താൻ തൻ്റെ പ്രാർത്ഥിക്കുന്ന മറ്റൊരു പങ്കാളിയെ വിളിച്ചു ചോദിച്ചു. അവരും ഇതുപോലെ ഒരാഴ്ച നിരന്തരമായി You കരഞ്ഞുകൊണ്ടേയിരിക്കുകയായിരുന്നു. need to partner with people who have the same heart. നമ്മൾക്ക് ഒരേ ഹൃദയമുള്ള ആൾക്കാരുമായിട്ട് നമ്മൾ പങ്കാളിത്തം വഹിക്കണം. So this other lady had seen a vision of a plane and the US flag. മറ്റേ രണ്ടാമത്തെ സ്ത്രീ ഒരു ദർശനം കാണുകയുണ്ടായി. ഒരു വിമാനം, അതിൽ US-ന്റെ അമേരിക്കയുടെ പതാക ഉണ്ടായിരുന്നു. So they didn't know what is going to happen, but they prayed the whole week. അവർക്ക് എന്താ സംഭവിക്കുന്ന അറിയത്തില്ല, പക്ഷെ അവർ ആഴ്ച മുഴുവൻ പ്രാർത്ഥിച്ചു. But we know that on 9/11 the disaster struck and many died. നമ്മൾക്കറിയാം 9/11 ഒരു വലിയൊരു ദുരന്തമുണ്ടായി, കുറേ പേര് മരിച്ചുപോയി. So they were asking the Lord after that, you showed us, Lord, we prayed, why did this happen? അപ്പോൾ അവർ ചോദിക്കുകയാണ്, ഞങ്ങൾ പ്രാർത്ഥിച്ചല്ലോ ദൈവമേ, എന്നിട്ടും ഇതെന്തിന് എങ്ങനെ സംഭവിച്ചു? And the Lord spoke to them and said, if not for your prayer, it would have been even worse. അപ്പോൾ ദൈവം അവരോട് പറയുകയാണ്, നിങ്ങളുടെ പ്രാർത്ഥന ഇല്ലായിരുന്നെങ്കിൽ ഇതിലും വലിയൊരു ദുരന്തമായി മാറിയേനെ എന്ന്. Sometimes we can't revert everything because it's a fallen world, but we can pray to bring a change. വീണുപോയ ഒരു ലോകമായതുകൊണ്ട് എല്ലാം നമ്മൾക്ക് ശരിയാക്കാൻ കഴിയുകയില്ല, പക്ഷെ നമ്മൾക്ക് പ്രാർത്ഥിച്ചു. So don't be discouraged when your prayers are not answered. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥന ഉത്തരം ലഭിച്ചില്ലെങ്കിൽ നമ്മൾ നിരാശപ്പെടേണ്ടതില്ല. Because the enemy will say, oh, your prayers are not effective. കാരണം ശത്രു നമ്മളോട് പറഞ്ഞുകൊണ്ടേയിരിക്കും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഒരു ഫലമില്ല എന്നുള്ളത്. Your prayers are effective, they are incense before the throne. നമ്മളുടെ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ട്, അത് ദൈവത്തിന്റെ മുമ്പിൽ ഒരു ധൂപകലശം തന്നെയാകുന്നു. So I was just sharing about how to be effective in prayer. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് എങ്ങനെ പ്രാർത്ഥനയിൽ ഫലമുള്ളവരായിരിക്കണം എന്നുള്ളത്. John Mott was a man of God who led YMCA for many years. He even got the Nobel Prize for Peace. ജോൺ മോട്ട് എന്ന് പറയുന്ന ഒരു വ്യക്തി YMCA അതിന്റെ ലീഡർ ആയിരുന്നു. The church has not yet touched the fringe of the possibilities of intercessory prayer. ദൈവസഭ മധ്യസ്ഥ പ്രാർത്ഥനയുടെ സാധ്യതയുടെ ഒരു തൊങ്ങൽ പോലും സഭ ഇതുവരെ അനുഭവിച്ചറിഞ്ഞു. Her largest victories will be witnessed when individual Christians everywhere come to recognize their priesthood unto God and day by day give themselves unto prayer. ക്രിസ്ത്യാനികൾ ഓരോരുത്തരും ദൈവത്തിന്റെ മുമ്പിലുള്ള തങ്ങളുടെ പൗരോഹിത്യം തിരിച്ചറിഞ്ഞ് ദിനം പ്രതി പ്രാർത്ഥനയിൽ തന്നെത്താൻ ഏൽപ്പിക്കുമ്പോൾ ദൈവസഭ അവളുടെ വലിയ വിജയങ്ങൾക്ക് സാക്ഷിയാകും. Church, will we rise up in prayer? Can you make that commitment? ദൈവസഭയെ നമുക്ക് ദൈവത്തിന് മുമ്പിൽ സമർപ്പിക്കാമോ? അങ്ങനെ ഒരു പ്രാർത്ഥനയുടെ അനുഭവമുള്ളവരായിരിക്കും നമ്മൾ എന്നുള്ളത്. Dick Eastman, who was the founder of Every Home for Christ, said, intercession is the activity that identifies us most with Christ. ഡിക്ക് ഈസ്റ്റ്മൻ എന്ന് പറയുന്ന വ്യക്തി പറയുന്നത്, കർത്താവുമായിട്ട് നമ്മളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ, നമ്മളെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്ന മധ്യസ്ഥമാണ്. To be an intercessor is to be like Jesus. ഒരു മധ്യസ്ഥ വഹിക്കുക, അല്ലെ പക്ഷപാതം ചെയ്യുക എന്ന് പറയുന്നത് യേശുവിനെ പോലെ ആയിരിക്കുക എന്നുള്ളതാകുന്നു. Because that is what Jesus is like. കാരണം യേശു പക്ഷപാതം ചെയ്യുന്ന ആളാണ്. He ever lives to intercede. യേശു പക്ഷപാതം ചെയ്യുവാനാകുന്നു ജീവിച്ചിരിക്കുന്നത്. So let's pray. I just sense today, I know the word is about prayer and that we as a remnant are going to pray. നമുക്ക് ശേഷിപ്പ് ആയിരിക്കുമ്പോൾ തന്നെ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കാൻ പോവുകയാണ്. And I sense that today there's going to be a shift in the way we pray as a church. ഇന്ന് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന രീതിയിൽ ഒരു മാറ്റം വരുവാൻ പോകുകയാണ് എന്ന് ഞാൻ ആത്മാവിൽ തിരിച്ചറിയുന്നു. I believe a mantle of prayer is going to come on us. ഞാൻ വിശ്വസിക്കുന്നു പ്രാർത്ഥനയുടെ ഒരു പുതപ്പ് ഇന്ന് നമ്മുടെ മേൽ വീഴുവാൻ പോവുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കർത്താവേ, ഈ വചനത്തിനായി സ്തോത്രം. ഹല്ലേലൂയ. ഇത് കർത്താവിൻ്റെ വചനമാണല്ലോ. ഹല്ലേലൂയ. ഞാൻ ഇവിടെയുള്ള ഓരോരുത്തരെ നിൻ്റെ കരത്തിൽ ഏൽപ്പിക്കുന്നു. ഇവിടെ കേൾക്കുന്നവരെ, ഓൺലൈനായിട്ട് കാണുന്നവരെ നിൻ്റെ കരത്തിൽ ഏൽപ്പിക്കുന്നു. യേശുവേ, കർത്താവെ, ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. Come on, you just pray. നിങ്ങൾ പ്രാർത്ഥിച്ചാട്ടെ. Ask the Lord. ആ ഒരു ലെവലിലുള്ള പ്രാർത്ഥന, നോട്ട് ജസ്റ്റ് ഇതുവരെ അല്ല,
ഇത് ഇനി അടുത്തൊരു ലെവൽ ഓഫ് ഇൻറ്റർസെഷനും പ്രേയറും സഭയായിട്ട് നമുക്ക് കയറേണ്ടതാണ്. കർത്താവ് നമ്മളോട് പറയും കർത്താവിൻ്റെ രഹസ്യങ്ങൾ ഇത് വരാൻ പോകുന്നു, ഇതിനായിട്ട് പ്രാർത്ഥിക്കുക, അവിടെ ഒരു ഡേഞ്ചറുണ്ട്, അതിനായിട്ട് പ്രാർത്ഥിക്കുക. അങ്ങനെ പറയാൻ നമ്മൾ ട്രസ്റ്റ് വേർതി ആണോ? ഹല്ലേലൂയ. അങ്ങനെയുള്ള സഭയായി തീരട്ടെ നമ്മൾ. ഹല്ലേലൂയ. റബോരക ശിഖദരാ ബോരക ശിരാരാ ശുബരി ഖദീര ബരക ശാരാരാരാ. കർത്താവേ ഹല്ലേലൂയ. വി പ്രേ ഇനി തൊട്ട് ഞങ്ങൾ എഫക്റ്റീവായിട്ടുള്ള പ്രേയേഴ്സ് പ്രാർത്ഥിക്കാനുള്ള കൃപ. ഹല്ലേലൂയ. ടീച്ചേഴ്സ് ലോർഡ്, ടീച്ചേഴ്സ് ടു ബി എഫക്റ്റീവ് ലോർഡ്. ഒരു സ്പെസിഫിക് അല്ല, വളരെ ക്ലിയർ ആയിട്ട് ഹൃദയം, കർത്താവിൻ്റെ ഹൃദയം, ദൈവത്തിൻ്റെ ഹൃദയം മനസ്സിലാക്കി ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നിന്ന് ആ സ്പിരിറ്റ് റെൽമിൽ നിന്നുള്ള പ്രേയർ ആവട്ടെ. ഹല്ലേലൂയ. Even as the worship team is going to sing, just commit yourself to prayer. Commit yourself to the Lord, to a life of prayer. അതങ്ങനെ കർത്താവിനോട് പറ, ഞാൻ പ്രാർത്ഥിക്കാൻ റെഡിയാണ്, ഞാൻ പ്രാർത്ഥിക്കാൻ. And I just would like, if you want to make that commitment to pray, just lift your hand to the Lord. No one's going to come to pray on you or anything, over you or anything. Just put your hand up and tell the Lord, ഞാൻ പ്രാർത്ഥിക്കാം, ഞാൻ പ്രാർത്ഥിക്കാം, ഞാൻ പ്രാർത്ഥിക്കാം. വേറെ ആരും എഴുന്നേറ്റില്ലെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കാം, ഞാൻ പ്രാർത്ഥിക്കാം, ഞാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, I will want to be trustworthy. I want to be trustworthy. Hallelujah. അങ്ങേ പോലെ ദൈവമേ ആരുള്ളി ലോകേ, അങ്ങിലല്ലാതെ വേറെയില്ലെന്നാശ്രയം. അങ്ങിൽ മാത്രം ചാരുന്ന പ്രാണപ്രിയനേ, അങ്ങു മാത്രമാണെന്നും എൻ്റെ സർവസ്വം. അങ്ങേ പോലെ ദൈവമേ ആരുള്ളി ലോകേ, അങ്ങിലല്ലാതെ വേറെയില്ലെന്നാശ്രയം. അങ്ങിൽ മാത്രം ചാരുന്ന പ്രാണപ്രിയനേ, അങ്ങു മാത്രമാണെന്നും എൻ്റെ സർവസ്വം. ആരാധന അങ്ങേ. Come on, let's just നമുക്ക് എഴുന്നേറ്റ് ഒന്ന് കർത്താവിനെ ആരാധിക്കാം. യേശുവേ അങ്ങേക്കാരാധന, ആരാധന അങ്ങേക്കാരാധന. കർത്താവേ, പ്രാർത്ഥിക്കാനുള്ള കൃപ. ഹല്ലേലൂയ. അങ്ങേക്കാരാധന, ആരാധന അങ്ങേക്കാരാധന. Let incense arise. യേശുവേ അങ്ങേക്കാരാധന. പ്രാർത്ഥനയുടെ ധൂപം ഇവിടെ നോദിക്കട്ടെ, ആരാധനയുടെ ധൂപം ഇവിടെ നോദിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു വലിയ തീ ഇവിടുന്ന് പൊങ്ങട്ടെ. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന ഒരു സഭയായിട്ട് ഞങ്ങൾ അറിയപ്പെടട്ടെ. ആരാധന അങ്ങേക്കാരാധന, യേശുവേ അങ്ങേക്കാരാധന. ആരാധനയ്ക്ക് യോഗ്യൻ ഒരാൾ മാത്രമേ ഉള്ളൂ, നമ്മുടെ യേശു. യേശു ഇവിടെ ഉണ്ട്. നിങ്ങളുടെ പ്രാർത്ഥന കേട്ടു. എനിക്കറിയാം പലർക്കും ആ ആഗ്രഹമുണ്ട്. എനിക്കിങ്ങനെ പ്രാർത്ഥിക്കണം, എനിക്കിങ്ങനെ, എന്നെ ദൈവം ഇങ്ങനെ ഉപയോഗിക്കട്ടെ. ദൈവം ചെയ്യും. നിങ്ങൾ റെഡിയായിട്ട് സമർപ്പണത്തോടെ ഇരുന്നാൽ മതി. നിങ്ങളുടെ സമയം കർത്താവിനായിട്ട് കൊടുക്കണം. കുറച്ച് കൂടുതൽ സമയം പ്രാർത്ഥനയ്ക്കായിട്ട് കൊടുക്കണം. ഇറ്റ് ഈസ് എ പ്രൈസ് ദാറ്റ് യു വിൽ ഹാവ് ടു പേ. നിങ്ങൾ കൊടുക്കുന്ന ഒരു വിലയായിരിക്കും. പക്ഷേ കർത്താവേ, ഇവിടെ ഇന്ന് കുറച്ച് പേര് അത് പറഞ്ഞിട്ടുണ്ട്, ഞാൻ പ്രാർത്ഥിക്കാൻ റെഡി എന്ന് പറഞ്ഞവർ, കർത്താവ് അവരെ അനുഗ്രഹിക്കണം. കർത്താവിൻ്റെ കൃപ കൊണ്ട് നമുക്ക് പറ്റും. And I pray, Father Lord, അവർ മാത്രമല്ല അവരുടെ കുടുംബങ്ങളും പ്രാർത്ഥനയ്ക്കായിട്ട് മാറ്റണം, പ്രാർത്ഥനയ്ക്കായിട്ട് വേർതിരിക്കണം. Hallelujah.
താങ്ക് യു ലോർഡ്, താങ്ക് യു ഫോർ ദിസ് ടൈം. ഈ സമയത്തിനായി നന്ദി. ഹല്ലേലൂയ. ശരിക്കും ആ ശേഷിപ്പ് ആൾക്കാർ പ്രാർത്ഥിക്കും. വി ആർ ദ റെമനന്റ്. ഞങ്ങൾ പ്രാർത്ഥിക്കും. വി ആർ ദ റെമനന്റ്. വി വിൽ പ്രേ. അത് പണ്ട് പ്രാർത്ഥിച്ച പോലെ അല്ല, പുതിയൊരു തലത്തിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുപോവാ. വേറൊരു രീതിയിൽ ഒരു പവർഫുൾ പ്രേയേഴ്സ് ആണ് ഇവിടുന്ന് എഴുന്നേക്കാൻ പോകുന്നത്. ഹല്ലേലൂയ. അത് പാസ്റ്റേഴ്സ് മാത്രമല്ല, ഓരോരുത്തരും, ഈച്ച് വൺ ഇൻ ദ കിങ്ഡം അത്രയ്ക്ക് വാല്യുബിൾ ആണ്. The Lord is waiting to see, to hear your prayer. ദൈവം അത് കേൾക്കാൻ കാത്തിരിക്കുക. കർത്താവേ, ഇന്നത്തെ ആ വചനത്തിനായി സ്തോത്രം. You have spoken and I pray, Father, ഈ വചനം ഈ ദിവസങ്ങളെല്ലാം let it follow us, let it go before us, let it be fall on good soil. നല്ല മണ്ണിൽ വീഴട്ടെ. അതിൻ്റെ ആ പ്രവൃത്തി ഞങ്ങളുടെ ജീവിതത്തിൽ കാണട്ടെ. താങ്ക് യു ലോർഡ്. എല്ലാ മഹത്വം അങ്ങേക്ക്. എല്ലാം യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ, ആമേൻ.